ഹായ് ഫ്രണ്ട്സ്, ഹൗ ആർ യു? വെൽക്കം ടു ബ്ലോഗ്. നമ്മളപ്പോൾ ഇന്നലെ ഈവനിങ് ബ്ലോഗ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു, സൺസെറ്റ് ബ്ലോഗ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ പോയത്. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സൺസെറ്റൊക്കെ അടിപൊളി തന്നെയായിരുന്നു. നല്ല അത്യാവശ്യം ലൈവ് വീഡിയോസും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതിനെക്കുറിച്ചൊരു ഷോർട്ട് വീഡിയോ ആണ്. ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം 4 മിനിറ്റ് 5 മിനിറ്റ് ഡ്യൂറേഷനുള്ളൊരു വീഡിയോ ആണ്. 4 മിനിറ്റ് 5 മിനിറ്റ് റേഞ്ചിലുള്ളൊരു വീഡിയോ ആണത്. മാക്സിമം നമ്മളതിൽ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ സൺസെറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് അകലെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ മാക്സിമം സൂം ചെയ്തിട്ട് വേണം നമ്മൾക്ക് എടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഹെവി ട്രാഫിക് ഉള്ള ഒരു സമയത്താണ് നമ്മൾ പോയിട്ട് വിഷ്വൽസ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും മാക്സിമം നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതിൽ കുറച്ച് ലൈവ് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അതെന്തായാലും വൈകിട്ട് 4 മണിക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. കാരണം മാക്സിമം എൻ്റേതായ രീതിയിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും എനിക്ക് എൻ്റേതായ ലിമിറ്റേഷൻസിൽ വെച്ചുകൊണ്ട് ഇതൊക്കെ ഇത്രയ്ക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു ഇത് തോന്നുന്നുണ്ട്. കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മളൊരു യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്. കാരണം എനിക്കൊരു ചെറിയ ജോലിയുണ്ട്. ജോലിയുടെ ടൈം കഴിഞ്ഞിട്ടാണ് നമ്മൾ ദിവസങ്ങളിൽ നമ്മൾ പോയിട്ട് വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം വിട്ട് കുറച്ച് മാറി നിൽക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. 1-2 ദിവസത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ലോങ് വീഡിയോസ് അല്ലെങ്കിൽ ലോങ് ജേർണി വീഡിയോസ് നമുക്ക് അധികം ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ അതാണ്. എന്തായാലും മാക്സിമം നമ്മൾ ജേർണി വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെയുള്ള നോർമൽ ബ്ലോഗുകളും വരും. അപ്പോൾ ഫുഡ് ബ്ലോഗുകളും നമ്മൾ ഇടയ്ക്ക് വരും. അപ്പോൾ ഇതിലേതാണോ നമുക്ക് കൂടുതൽ ക്ലിക്ക് ആവുന്നതെന്ന് വെച്ചാൽ അത് നോക്കിയിട്ടായിരിക്കും നമ്മൾ പിന്നീട് തീരുമാനിക്കുന്നത്. എന്തായാലും നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ എല്ലാ ബ്ലോഗുകളും നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് ബ്ലോഗായാലും ട്രാവൽ ബ്ലോഗായാലും ഇതുപോലെയുള്ള സൺസെറ്റ് ബ്ലോഗുകളായാലും നമുക്ക് നാച്ചുറൽ ബ്ലോഗുകളായാലും ഇതൊക്കെ നമ്മൾ കവർ ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെയൊരു എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള വീഡിയോസും നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്തായാലും എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ പോയിട്ട് വീഡിയോസ് എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ടൈം ഫ്രീ കിട്ടുമ്പോഴാണ് എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇതെന്ന് പറയുമ്പോൾ ഫോണിൽ തന്നെയാണ് എഡിറ്റിങ്. അപ്പോൾ ഫോണിൽ എഡിറ്റിങ് ചെയ്യുന്നതുകൊണ്ട് എത്രത്തോളം ഇതാവും എന്നുള്ളത് അറിയില്ല. എന്തായാലും അതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഇന്നലെ നമ്മൾ ഈവനിങ്ങിൽ പോയപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെ ഇന്നലെയും ഉണ്ടായിരുന്നു. അത്യാവശ്യം കോട ഇറങ്ങുന്നൊരു സമയമായിരുന്നു. ശരിക്കും 6 മണിക്കുള്ളിൽ തന്നെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. 6 മണിക്കുള്ളിൽ തന്നെ സൂര്യൻ അസ്തമിക്കും. പിന്നെ അതിനുശേഷം 6:30 ആകുമ്പോഴേക്കും ഇരുട്ടാവും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വിഷ്വൽസ് എല്ലാം നമ്മൾ ക്യാപ്ചർ ചെയ്യണം. അതിൻ്റേതായ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഇന്നലെ ഈ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു. അതും ഒരു പരിധിവരെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഒരുപാട് നോയ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഓൺ വോയിസ് ചെയ്യാൻ കാരണം അത്രത്തോളം വണ്ടികളുടെ ഹോണടിയും ഒക്കെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയിരുന്നു. പിന്നെ അത് മാത്രമല്ല, തൊട്ടപ്പുറത്ത് പള്ളിയിൽ ഇന്നലെ ആളൂർ പള്ളിയിൽ പെരുന്നാളായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഡിസ്റ്റർബൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അതുപോലെ ഓരോരോ കാര്യങ്ങൾ. അപ്പം നമുക്കതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എന്നാലാണ് എനിക്ക് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു നോർമൽ വ്ലോഗ് എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓൺ വോയിസ് എടുക്കാൻ കാരണം. അപ്പോൾ എന്തായാലും നമ്മൾ ഭാവിയിൽ ഇതുപോലെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അതെന്തായാലും ഇനി വരുന്ന വീഡിയോസിൽ നമ്മളതിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ വരുന്നതാണ്. എന്തായാലും ഇതൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു. താങ്ക് യു.